എൻ്റെ ലൈഫിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള 3 സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാനായിട്ടോ ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതിന്റെ കാരണം ഈ മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കളേഴ്സ് ട്രെൻഡ്സ് നടത്തുന്ന ചെറിയൊരു കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് അയച്ചു തന്നോ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത ലേഡീനെ കുറിച്ച് വീഡിയോ ചെയ്തു തന്നോ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സെലക്ട് ചെയ്യുന്നവർക്ക് കമന്റിലാണെങ്കിൽ പോലും സെലക്ട് ചെയ്യുന്നവർക്ക് നമ്മളൊരു അടിപൊളി ഗിഫ്റ്റ് വുമൻസ് ഡേ എന്ന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അത് അന്ന് തന്നെ നമ്മൾ അതല്ലെങ്കിൽ മൺഡേ തന്നെ നമ്മൾ അത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത സ്ത്രീകൾ ആരൊക്കെയാണെന്ന് ആലോചിച്ചപ്പം ഒരുപാട് പേരുണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ കുഞ്ഞിക്കാലം മുതൽ ഇന്ന് വരെ ഉള്ളതിൽ ഒരുപാട് പേരുണ്ട്, എണ്ണിയാൽ തീരാത്തത്ര. പക്ഷെ അതിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 3 പേരെ ഞാൻ ഇവിടെ ഓർമ്മിച്ചെടുക്കുക കേട്ടോ. അതിൽ ഒന്നാമത് തന്നെ ഉള്ളത് എന്നെ വളർത്തിയ എൻ്റെ അമ്മയാണ്. ഞാൻ മമ്മി എന്നാണ് വിളിക്കുന്നത്, പക്ഷേ ഞാൻ ഫോട്ടോയുടെ വീഡിയോയിൽ കൊടുത്തേക്കാം. അതാണ് എൻ്റെ അമ്മ. അപ്പം മമ്മിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നുള്ളത് എനിക്ക് തോന്നുന്നു, ഒന്ന് എൻ്റെ പേഷ്യൻസ്. എനിക്ക് അങ്ങേയറ്റം ക്ഷമയുള്ള ആളാണ്. 2 എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ് എങ്കിലും ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. എനിക്ക് എല്ലാവരോടും ഭയങ്കരമായിട്ട് സ്നേഹമാണ്. അതും 100% ആത്മാർത്ഥതയോടുകൂടി തന്നെ എല്ലാവരോടും സ്നേഹിക്കാനും ഇടപെടാനും എനിക്ക് കഴിയുന്നത് ഞാൻ മമ്മിയിൽ നിന്ന് കണ്ടു പഠിച്ചതാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ബ്രദറും ഇതുപോലെ തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാ റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ തന്നെ ഒരു ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ ഒരിക്കലും മറ്റുള്ളവരുടെ അച്ചീവ്മെന്റ്സിൽ ഒരു ഇഷ്ടക്കുറവ് തോന്നുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ അച്ചീവ്മെന്റ്സിലൊക്കെ ഞങ്ങൾക്കും സന്തോഷിക്കാനൊക്കെ കുഞ്ഞിലെ മുതൽ ഞങ്ങൾക്ക് അങ്ങനെ മമ്മി പഠിപ്പിച്ചിരിക്കുന്നത്. അത് പഠിപ്പിച്ചു തന്ന പാടല്ല, മമ്മിയിൽ നിന്ന് കണ്ടു പഠിച്ചതും ഞങ്ങൾ വളർന്നതും കൊണ്ടാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത് അങ്ങനെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചത്, എനിക്ക് കിട്ടിയ ആ ക്വാളിറ്റി അത് മമ്മിയിൽ നിന്നാണെന്നുള്ളത് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിൽ പോലും സഹോദരന്റെ മക്കളെയാണെങ്കിലും ഹസ്ബൻഡിന്റെ സഹോദരന്റെ മക്കളെയൊക്കെ സ്വന്തം മക്കളെ പോലെ കാണാൻ പറ്റുന്നത് എനിക്കത് മമ്മിയിൽ നിന്ന് കിട്ടിയ പാഠമാണ്. എന്നെ ഈ ഭൂമിയിലേക്ക് സ്നേഹിക്കാൻ തന്നെ പഠിപ്പിച്ച ഭൂമിയിൽ നമ്മൾ എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ തന്നെയല്ലേ. അപ്പോൾ അതെന്നെ പഠിപ്പിച്ചത് എൻ്റെ മമ്മി തന്നെയാണ്. എൻ്റെ ഒന്നാമത്തെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത സ്ത്രീ എന്ന് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അമ്മയാണ്. ഇവിടുത്തെ അമ്മേനെ, അതായത് സൂര്യചേട്ടൻ്റെ അമ്മേനെ ഞാൻ അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഞാൻ അവിടെ എൻ്റെ മമ്മിയുടെ കൂടെ നിന്നതിനേക്കാളും കൂടുതൽ കാലം ഞാൻ ചെലവഴിച്ചത് ഇവിടുത്തെ അമ്മയുടെ കൂടെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വരുമ്പം പെട്ടെന്ന് ഹസ്ബൻഡ് ഒരു പുതിയ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ വീട്ടിലിരിക്കുക, ഹസ്ബൻഡിനെയും കുട്ടികളെയൊക്കെ നോക്കി സന്തോഷമായിട്ട് കുടുംബത്തിൽ കഴിയുക എന്നുള്ള ആഗ്രഹമായിട്ട് വന്നപ്പോൾ അമ്മയാണ് നിർബന്ധിച്ച് തന്നെ ഇങ്ങനെ പെൺകുട്ടികൾ വീട്ടിലിരുന്നാൽ ശരിയാവില്ല, കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ മാറും, ഹസ്ബൻഡ് ജോലിയുമായിട്ട് മുന്നോട്ട് പോകും, കുട്ടികളൊക്കെ വലുതായി പോകും, നീ വെറുതെ വീട്ടിൽ ഒരുപാട് കാലം ഇരുന്ന് എന്ത് ചെയ്യും, പെൺകുട്ടികൾ വീട്ടിലിരുന്നാൽ ശരിയാവത്തില്ല, ചീത്തയിൽ പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മ ജോലിക്ക് പോകുന്നതുകൊണ്ട് അമ്മയ്ക്ക് അറിയാം, നീ ജോലിക്ക് എന്തിനെങ്കിലുമൊക്കെ പഠിച്ച് ജോലിക്ക് പോകും, ഇൻകം നോക്കണ്ട, ഇൻകം ഒരു പ്രശ്നമല്ല, ഇൻകത്തിന് വേണ്ടിയിട്ടല്ല, ജോലിക്ക് പോകണം, പെൺകുട്ടികൾ പുറത്തോട്ട് പോയെന്നാലേ ആക്റ്റീവായിട്ട് ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒട്ടും പഠിക്കാൻ ഇഷ്ടമില്ലാതിരുന്ന എന്നെ അമ്മ നിർബന്ധിച്ചാണ് ബി.എഡിന് വിട്ടത്. ബി.എഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒട്ടും ഇനി പതുക്കെ പഠിക്കാൻ പഠിച്ചു കഴിഞ്ഞു, ഇനി വീട്ടിൽ ഇരിക്കാൻ കരുതിയപ്പം സമ്മതിക്കുന്നില്ല, നിർബന്ധിച്ചാണ് എന്നെ ജോലിക്കും വിട്ടത്. പക്ഷേ അമ്മ അന്നെടുത്ത ആ ഡിസിഷനാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ശരിക്കും വീട്ടമ്മയായിട്ട് ഇരിക്കാൻ കൊതിച്ച് വന്ന ഒരാളായിരുന്നു. അപ്പം അമ്മ അങ്ങനെ വീട്ടിലായിരുന്നെങ്കിൽ ഇതുപോലെ ജോലിക്കൊന്നും പറഞ്ഞ് പുറത്തോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് ഇത്രത്തോളം ഫ്രണ്ട്സിനെ കിട്ടുമായിരുന്നില്ല, എൻ്റെ ലൈഫ് ഇന്ന് കാണുന്ന ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നില്ല. അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയാണ് എനിക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അതിൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം അമ്മ എൻ്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ്. അമ്മയുടെ ഫോട്ടോ ഞാൻ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മൂന്നാമത്തെ ആൾ എൻ്റെ ലൈഫിലേക്ക് എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വ്യക്തി എന്ന് പറയാനായിട്ട് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് പത്മശ്രീ. ഞാൻ പപ്പു എന്ന് വിളിക്കുന്ന എൻ്റെ പത്മശ്രീ. അത് പറയുമ്പോൾ തന്നെ ഇമോഷണൽ ആകുന്നത്. കാരണം ഇപ്പോൾ അമ്മ പറഞ്ഞാണ് എന്നെ ജോലിക്ക് വിട്ടത്, ഞാൻ ടീച്ചറായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സെയിം വൈബ്രേഷൻ ലെവൽ ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഞങ്ങൾ അറ്റാച്ച്ഡ് ആയി. ഇപ്പോൾ ഒരു 10-18 വർഷത്തോളമായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ പോകുകയാണ്. എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ കുറേ പേര് വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇത് ഒരു സ്റ്റെപ്പ് മുന്നിൽ നിൽക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺസിലൊക്കെ തന്നെ, അതായത് ഒരു 18 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ലൈഫ് എല്ലാവരുടെയും ഒരേപോലെ സ്റ്റേബിൾ ആയിട്ടല്ല പോകുന്നത്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ലൈഫിലെ ഡൗൺ ആകുന്ന ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. പിന്നെ ഞാൻ ഈ ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് ഈ ഒരു ലൈം ലൈറ്റിലേക്കൊക്കെ വന്നതിന് ശേഷം എന്നെ ശല്യപ്പെടുത്തുന്നതാണെന്ന് കരുതിയിട്ട് ആൾ മാറിയൊക്കെ നിൽക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. എൻ്റെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രണ്ട് തന്നെയാണ് പപ്പു. അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. പെട്ടെന്ന് ഞാൻ പറയില്ല, ലൈഫ് പുതിയതായിട്ട് മാരേജ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഹസ്ബൻഡ് കുട്ടികളെന്നൊക്കെ പറഞ്ഞുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ നിന്ന് ഞാൻ എൻ്റെ പഴയ കുറേ കാര്യങ്ങൾ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് വായിക്കുമായിരുന്നു, ഞാൻ എഴുതുമായിരുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിനോടൊക്കെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. എന്നെ ഞാൻ മറന്നുപോയായിരുന്നു കുറേ കാലത്തേക്ക്. ഈ ഒരാൾ എൻ്റെ ലൈഫിൽ വന്നപ്പോഴാണ് ഇതെല്ലാം പോളിഷ് ചെയ്തെടുത്ത് ഞങ്ങൾ ഒരുമിച്ച് വായിക്കാൻ തുടങ്ങി, ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ തുടങ്ങി, ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫ്രണ്ട്ഷിപ്പിൻ്റെ എല്ലാ ടേസ്റ്റും ഞാൻ അനുഭവിച്ചത് ശരിക്കും ഒരു കുറേ നാളത്തെ ആ റിലേഷൻ എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ 3-4 സെൻറ്റൻസിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടല്ല. അപ്പം അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്ന, പിന്നെ ഞാൻ തിങ്സ് ടു ഡു ഒക്കെ എഴുതി ഒരു പ്ലാൻ ചെയ്തൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ രണ്ടാമത് നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ
പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ സാലറി അല്ലാതെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഇൻകം വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ കുറേ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 10-15 ബിസിനസ്സുകൾ ചെയ്ത് കുറേയൊക്കെ പൊട്ടിയിട്ടുണ്ട്, കുറച്ചൊക്കെ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ വൈബ്രേഷൻ ലെവൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഈ ഒരു ഓൺലൈൻ സെക്ഷനിലോട്ടൊക്കെ വന്നു കഴിഞ്ഞ് ഞാൻ കുറച്ചധികം ബിസി ആയപ്പോഴത്തേക്കാണ് പിന്നെ ആ ഒരുമിച്ചുള്ള ബിസിനസ്സുകളൊക്കെ ഞങ്ങളുടെ അങ്ങ് നിന്നു പോയത്. എങ്കിലും ഇപ്പോഴും വീഡിയോ ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഞാൻ അയാളുടെ വീട്ടിൽ ചെല്ലും, ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് കറങ്ങും, ഒരു ചായയൊക്കെ കുടിക്കും, എവിടെയെങ്കിലും കായ്ക്കരെ പോയിരുന്ന് കുറച്ച് നേരം കുറേ വർത്തമാനങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞാണ് പിരിയാറുള്ളത്. അപ്പം ഈ 3 വ്യക്തികളാണ് എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ 3 ലേഡീസ്. ഇവർ 3 പേരും എൻ്റെ ഏറ്റവും സ്പെഷ്യലാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ പറയാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് പേരെ ഇതിനകത്ത് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേരിലേ പറയാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഇവരെ 3 പേരെ മാത്രം ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ മനസ്സിലേക്ക് ഇതുപോലെ വന്നിട്ടുള്ള ഏതെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത അമ്മമാരുണ്ടാവാം, ചേച്ചിമാരുണ്ടാകാം, റിലേറ്റീവ്സ് ഉണ്ടാകാം, അങ്ങനെ ആരും ആകാം. അവരെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ആർട്ടിക്കിൾ എഴുതി ഞങ്ങൾക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് ഇതുപോലെ അയച്ചു തരാം. അതുമല്ല വീഡിയോ ചെയ്യാൻ കഴിയില്ല, ആർട്ടിക്കിൾ എഴുതാൻ കഴിയില്ലെന്നാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. സെലക്ട് ചെയ്യുന്ന ഒരാളെ ഞങ്ങൾ വിമൻസ് ഡേ എന്ന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് ഒരു വിമൻസ് ഡേ ഗിഫ്റ്റ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.